രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്തം തിളയ്ക്കും. എന്ത് തെമ്മാടിത്തരമാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യവും ചോദിക്കും. മറ്റൊന്നുമല്ല, കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു ഭിന്നശേഷിക്കാരന്റെ പെൻഷൻ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്ന വിചിത്ര ഉത്തരവുമായി കേരളത്തിലെ ധനവകുപ്പ് വന്നിരിക്കുകയാണ്. 13 വർഷത്തിനിടെ വികലാംഗ പെൻഷനായി വാങ്ങിയ 1,23,000 രൂപ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ധനവകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൊല്ലം പറവൂർ കലക്കാട് സ്വദേശിയായ സുധാഭവനിൽ ഭിന്നശേഷിക്കാരനായ RS മണിദാസിനാണ് നോട്ടീസ് ലഭിച്ചത്. ഒരാഴ്ചയ്ക്കകം ഈ പറഞ്ഞ തുക തിരിച്ചടയ്ക്കണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. ഡൗൺ സിൻഡ്രോമിന് പുറമെ തന്നെ 80% ബുദ്ധിവൈകല്യമടക്കം മറ്റ് പ്രശ്നങ്ങളുമുള്ള മണിദാസിന് ആകെയുള്ള ആശ്രയമെന്ന് പറയുന്നത് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാതാപിതാക്കളാണ്. വികലാംഗ പെൻഷൻ കഴിഞ്ഞ 13 വർഷമായി മണിദാസിന് കിട്ടുന്നുണ്ട്. ഈ പെൻഷൻ തുകയാണ് ഉടൻ തിരിച്ചടയ്ക്കണമെന്ന് ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം വളരെ സാങ്കേതികമാണ്. സർക്കാർ സ്കൂളിൽ തയ്യൽ അധ്യാപികയായിരുന്ന മണിദാസിന്റെ അമ്മയ്ക്ക് പെൻഷൻ ഉണ്ടെന്ന കാരണം പറഞ്ഞാണ് ധനവകുപ്പിന്റെ ഈ ഒരു നടപടി വന്നിരിക്കുന്നത്. ഒന്നാലോചിക്കണം, ഇതേ നാട്ടിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു 30,500 രൂപ കണ്ണടയ്ക്ക് എഴുതി വാങ്ങിയത്. ഇതേ നാട്ടിൽ തന്നെയാണ് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ 49,900 രൂപ കണ്ണടയുടെ പേരിൽ സർക്കാരിൽ നിന്ന് എഴുതി വാങ്ങിയത്. ഇതേ നാട്ടിൽ തന്നെയാണ് നാട്ടുകാരെല്ലാം ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന KK ശൈലജ 29,000 രൂപ കണ്ണടയ്ക്ക് വേണ്ടി എഴുതി വാങ്ങിയത്. ഇത്രയൊക്കെ നടന്ന അതേ നാട്ടിൽ തന്നെയാണ് 13 വർഷം കൊണ്ട് കൊടുത്ത ഒരു പെൻഷൻ തുക ഒരാഴ്ച കൊണ്ട് തിരിച്ചടയ്ക്കണമെന്ന് ഒരു പാവപ്പെട്ട വികലാംഗന് ധനവകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ രക്തം തിളയ്ക്കേണ്ട ആവശ്യവുമില്ല. രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വാർത്തയെ പബ്ലിസിറ്റി സ്റ്റണ്ടെന്നോ PR വർക്കെന്നോ പറഞ്ഞ് പുച്ഛിച്ച് തള്ളാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞിരിക്കണം. മറ്റൊന്നുമല്ല, സർക്കാർ ഈ പറയുന്ന പെൻഷൻ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ മണിദാസിന് സഹായവുമായി ശ്രീ സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു. വെറും വാക്ക് മാത്രമല്ല, 1 ലക്ഷം രൂപ മണിദാസിന് കൈമാറുകയും ചെയ്തു. മണിദാസിന് ഇത്തരത്തിലൊരു നോട്ടീസ് കിട്ടിയതായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമി ന്യൂസാണ്. ആ ന്യൂസ് കണ്ടിട്ട് തന്നെയാണ് സുരേഷ് ഗോപി ഈ വിഷയത്തിലൊരു നടപടി എടുക്കുകയും ചെയ്തത്. 1 ലക്ഷം രൂപ ഇതിനോടകം തന്നെ മണിദാസിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ 1 ലക്ഷം രൂപ കൂടെ കൊടുക്കാനും തയ്യാറാണെന്ന് സുരേഷ് ഗോപി പറയുന്നു. സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ അമ്മയ്ക്ക് സർക്കാർ ഈ തുക തിരികെ കൊടുക്കുമെങ്കിൽ കൊടുത്തോട്ടെ, പക്ഷേ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു കൈത്താങ്ങാണ് ഞാൻ നൽകിയത്. ആ അമ്മയുടെ അവസ്ഥ ഞാൻ കണ്ടതാണ്. രാവിലെ 11 മണിയോടുകൂടെയാണ് ഞാനിത് അറിഞ്ഞത്. അപ്പോൾ തന്നെ വീട്ടിൽ വിളിച്ച് പണം അയക്കാൻ ഭാര്യ രാധികയോട് പറഞ്ഞിരുന്നു. ഇനിയൊരു 10 വർഷത്തേക്ക് കൂടി പെൻഷന്റെ രൂപത്തിൽ 1 ലക്ഷം രൂപ ആ അമ്മയ്ക്ക് ലഭിക്കണമെങ്കിൽ അതും നൽകാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും ഈ റിപ്പോർട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വലിയ ഒരു കൈത്താങ് അത് സുമനസ്സുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. ഈ കുട്ടിയുടെ കാര്യത്തിൽ ആ അമ്മയുടെ വേദനയൊക്കെ കേട്ട് കാണും. അങ്ങേക്ക് ചെയ്യാൻ കഴിയുന്ന കൈത്താങ്. സർക്കാരിന്റെ തീരുമാനം എന്ത് നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സർക്കാർ അങ്ങനെ ആവശ്യപ്പെടുന്നു, അത് തിരിച്ചടയ്ക്കേണ്ടത് ആ അമ്മയുടെ ബാധ്യതയായി മാറുന്നു, അത് അവരുടെ ഭാരമായി മാറുന്നു. ഇങ്ങനെയുള്ള ഭാരം പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ആഘാതങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നേരത്തെ ഒരുപാട് രേഖകൾ നമ്മുടെ മുമ്പിൽ ചരിത്രത്തിന്റെ രൂപത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഹിതങ്ങൾക്കൊന്നും വഴിവെക്കാതെ ഇത് പരിഹരിക്കാൻ വേണ്ടി ആ അമ്മയ്ക്ക് സർക്കാർ തിരിച്ചു കൊടുക്കുമെങ്കിൽ അത് കൊടുത്തോട്ടെ. പക്ഷെ അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു കൈത്താങ് അല്ലെങ്കിൽ ഒരു സഹായം എന്നതിനെ പറയാനൊക്കത്തില്ല. ആ അമ്മയുടെ അവസ്ഥയൊക്കെ ഞാൻ കണ്ടതാണ്. ഞാനിത് ഉച്ചയ്ക്ക് ഒരു 11 മണിയോടുകൂടി അറിയുകയും ഞാൻ അപ്പൊ തന്നെ വീട്ടിൽ വിളിച്ച് രാധികയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഈ സമയത്ത് ആ 1 ലക്ഷം രൂപ ആ അമ്മയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു 1/2 മണിക്കൂർ മുമ്പ് രാധികയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതെത്തും. ഇനിയപ്പോ ഒരു 10 വർഷത്തേക്ക് കൂടി ഈ പെൻഷന്റെ രൂപത്തിൽ 1 ലക്ഷം രൂപ അമ്മയ്ക്ക് ചെല്ലേണ്ടതുണ്ടെങ്കിൽ അതും ഞാൻ ഇപ്പം നൽകാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ അഡ്വൈസ് ചെയ്താൽ മതി. മാതൃഭൂമിയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ചാനലുകളുടെ ഇതിലെ പങ്കെന്ന് പറയുന്നത് നിങ്ങൾ ഇതിന്റെ സത്യസന്ധത അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം പ്രകടമാക്കുന്നത് കൊണ്ട് എന്നെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ കബളിപ്പിക്കപ്പെടില്ല എന്ന് പറയുന്ന ഉറപ്പ് കൂടിയുണ്ട്.
അപ്പൊ നിങ്ങളുടെ ഒരു തീർച്ചയായും അങ്ങനെയുള്ള ഒരു ബാധ്യത ഉണ്ടല്ലോ നമുക്ക്. എന്തായാലും അങ്ങയുടെ മഹാമനസ് അംഗീകരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദുരിതം പേറുന്ന ആളുകൾക്ക് അവിടെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായും ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വരുത്തുന്ന ഒരു പിഴവ് മൂലം അനുഭവിക്കേണ്ടി വരുന്നത്, കാരണം എത്രയോ പേര് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഈ സർക്കാരിന് ചില കൃത്യതയും ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ? ഒരാളുടെ പിഴവ് കൊണ്ട് വരുന്ന ഒരു വലിയൊരു വിപത്തുണ്ടല്ലോ സുരേഷ്. അതിനെ സംബന്ധിച്ച് ഞാൻ അതിന്റെ സത്യാവസ്ഥ അറിയാതെ ഞാൻ പറയാൻ പാടില്ല. സർക്കാരിന്റെ പക്ഷം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. പക്ഷേ